ലവ് ജിഹാദിനും ലഹരി മാഫിയയ്ക്കുമെതിരെ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ നിലപാടിൽ ക്രൈസ്തവ സംഘടനകൾക്കിടയിൽ പിന്തുണ വർദ്ധിക്കുന്നു. ക്രൈസ്തവ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. വളരെ പ്രധാനപ്പെട്ടൊരു വാർത്ത തന്നെയാണ്. ലവ് ജിഹാദിനും ഒപ്പം തന്നെ അത്തരത്തിലുള്ള വാർത്തകൾക്കെല്ലാം ലഹരി മാഫിയയ്ക്കുമെതിരെയാണ് ഇപ്പോൾ ബി.ജെ.പി. നേതാവ് പി.സി. ജോർജിന്റെ നിലപാടിൽ ക്രൈസ്തവ സഭകൾ സംഘടനകളും ഒക്കെ തന്നെ പിന്തുണ അർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് വരുന്നത്. ക്രൈസ്തവ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. വിവരങ്ങൾ നൽകാനായി രേഷ്മ ചേരുന്നു. രേഷ്മ, വിശദാംശങ്ങൾ. ഈ ലവ് ജിഹാദിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ പി.സി. ജോർജ് വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ ലവ് ജിഹാദ് വലിയ രീതിയിൽ കേരളത്തിൽ വ്യാപകമാകുന്ന ഒരു സാഹചര്യം, അതോടൊപ്പം അത് ക്രൈസ്തവരുടെ ഇടയിൽ അത് കൂടുതലായിട്ട് വ്യാപിക്കുന്നുണ്ട്. ലഹരി മാഫിയയും വ്യാപകമാകുന്നുണ്ട്. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത സമൂഹം പുലർത്തണം എന്നുള്ളതായിരുന്നു പി.സി. ജോർജിന്റെ നിലപാട്. എന്തായാലും അതിൽ പി.സി. ജോർജിനെ പിന്തുണച്ചുകൊണ്ട് ക്രൈസ്തവ സംഘടനകൾ നിലവിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ സീറോ മലബാർ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള നിലപാടും പി.സി. ജോർജിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയായിരുന്നു. മതതീവ്രവാദ സംഘടനകൾ പി.സി. ജോർജിന്റെ നിലപാടിനെ ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ വിവാദമാക്കിയെങ്കിലും സീറോ മലബാർ സഭ പിന്തുണച്ചുകൊണ്ടുവന്ന് ഒരു പിന്തുണ കൊടുത്തതോടുകൂടി വലിയ രീതിയിലുള്ള ഒരു ക്രൈസ്തവരുടെ ഇടയിൽ ഒരു പി.സി. ജോർജിന്റെ നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് എത്തിയിരിക്കുകയാണ്. എന്തായാലും നിലവിൽ ക്രൈസ്തവ സംഘടനകളുടെ കോർഡിനേഷൻ സമിതി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതായത് വരും ദിവസങ്ങളിൽ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇടയലേഖനങ്ങൾ ലഹരി മാഫിയക്കെതിരെയും ലവ് ജിഹാദിനെതിരെയും വായിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ആവശ്യം ഉയർന്നിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ഇടയലേഖനങ്ങൾ പ്രചരിപ്പിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ വായിക്കാനായിട്ടുള്ള നീക്കത്തിലേക്കും കടക്കുന്നുണ്ട്. എന്തായാലും പി.സി. ജോർജിന്റെ ലവ് ജിഹാദ് ലഹരി മാഫിയക്കെതിരായിട്ടുള്ള പരാമർശത്തിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് വിവിധ ക്രൈസ്തവ സംഘടനകളും രംഗത്തെത്തിയിരിക്കുന്നത്. ശരി.